നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കാനിരുന്നിട്ട് 1-2 പാരഗ്രാഫൊക്കെ വായിച്ചതിന് ശേഷം പിന്നെ ആ പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കുമ്പം ഇതൊന്നും വായിച്ചതായിട്ട് പോലും ഓർമ്മ ഉണ്ടാവില്ല. നമ്മുടെ മൈൻഡ് ഇതിനിടയ്ക്ക് വേറെ എവിടേക്കോ പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവാറില്ലേ? ഇത് ഒരു പരിധിവരെ ഒഴിവാക്കാവുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നിക് ഓർ ഗ്രൗണ്ടിങ് എക്സസൈസ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു 5 കാര്യങ്ങൾ മനസ്സിലൊന്ന് പറയുക. ഇപ്പം എക്സാമ്പിളാണെങ്കിൽ ബുക്ക് കാണുന്നുണ്ടാവും, ടേബിൾ, ക്ലോക്ക്, വിൻഡോ, പെൻ, എന്താണെങ്കിലും നിങ്ങളിപ്പോൾ ഫ്രണ്ടിൽ എന്താണോ കാണുന്നത് അതിനകത്ത് ഒരു 5 കാര്യങ്ങൾ മനസ്സിൽ പറയുക. ഇനി ചെയ്യേണ്ടത് നമ്മുടെ മുന്നിൽ ഇപ്പം ടച്ച് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടാവില്ലേ, അതിൽ ഒരു 4 കാര്യങ്ങൾ ടച്ച് ചെയ്യുക. അതിപ്പോൾ നമ്മളിരിക്കുന്ന ചെയറായാലും മതി, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ബുക്സ്, പിന്നെ നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സാണെങ്കിലും ഡെസ്ക്, പെന്ന്, എന്താണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 4 കാര്യങ്ങളുണ്ടാവില്ലേ, ആ 4 കാര്യങ്ങൾ ടച്ച് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് കേൾക്കാൻ പറ്റുന്ന 3 സൗണ്ട്സ് വല്ലതും ഉണ്ടോ നോക്കാം. അതിപ്പം ഒന്ന് ഫാനിൻ്റെ സൗണ്ട് ആയാലും മതി, പിന്നെ ബൈക്കിൻ്റെ സൗണ്ട്, ഒപ്പം പുറത്തൂടെയൊക്കെ ഏതെങ്കിലുമൊക്കെ വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദം, ഹോണിൻ്റെ ശബ്ദമോ, പിന്നെ ബേർഡ്സിൻ്റെ ശബ്ദം ഉണ്ടാവുമായിരിക്കും ഇടയ്ക്ക്. അങ്ങനെ എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു 3 ശബ്ദം ഉണ്ടെങ്കിൽ ആ 3 ശബ്ദം കേൾക്കാൻ ശ്രമിക്കാം. പിന്നെ ചെയ്യേണ്ടത് ഒരു 2 സ്മെൽസ്, അതൊന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 2 സ്മെല്ലും ഒന്ന് ഫീൽ ചെയ്യുക. ഇപ്പം ഒന്നുകിൽ ചായയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ പെർഫ്യൂം ആയിരിക്കാം. അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് ഒരു ടേസ്റ്റ് ഫോക്കസ് ചെയ്യാം. അതിപ്പം കോഫിയുടെ ആവാം, ടീയുടെ ആവാം, ഇനിയിപ്പം വെള്ളത്തിൻ്റെ വരെ ആവാം. വെള്ളത്തിനാണെങ്കിലും ചെറിയൊരു ടേസ്റ്റ് ഇല്ലേ, അങ്ങനെ എന്താണെങ്കിലും ആ ഒരു ടേസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ നമ്മുടെ മൗത്തിലാണെങ്കിലും ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ലേ, അതായാലും മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ പ്രസൻറ്റിലാണ്, നമ്മൾ ഈ ഒരു മൊമെൻറ്റിലാണ് ഉള്ളതെന്നുള്ളൊരു ഫീൽ നമുക്ക് വരും. ഇത് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് പഠിക്കാനിരുന്ന് നോക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. ഇതെപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇത് വർക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡ് യൂഷ്വലി എങ്ങനെയാണ് ഫ്യൂച്ചറിലും പാസ്റ്റിലൊക്കെ പോയി ഓവർ തിങ്ക് ചെയ്ത് കുളമാക്കി അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് എങ്ങോട്ടേലൊക്കെ പോകുന്നത്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഒന്ന് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ഇത് എല്ലാവർക്കും ഒരേപോലെ തന്നെ എക്സ്പീരിയൻസ് ആവണമെന്നില്ല. പക്ഷേ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒത്തിരി ടൈമൊന്നും നമുക്കിതിന് വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. കാരണം അങ്ങനെയാണെങ്കിലാണ് വേറെ ആരെങ്കിലും കാണുമ്പോൾ അവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നത്. ഇനി നമുക്ക് ഡിസ്ട്രാക്ഷനൊക്കെ മാറ്റി സ്റ്റഡി മോഡ് ഓൺ ചെയ്യാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.